ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വിഭവമാണ്. ഇതൊരു തനി നാടൻ വിഭവമാണ്. ഒരു പക്ഷേ തലമുറകൾക്ക് മുന്നേ ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടിരുന്ന ഒരു നാടൻ പലഹാരമാണ്. ഒരു പക്ഷേ ഈ ഒരു ജനറേഷൻ ഇപ്പോഴത്തെ നമ്മൾക്ക് ആർക്കും തന്നെ ഒരു പക്ഷേ അറിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു വിഭവമല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തായാലും അറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ 2 ജനറേഷൻ ബാക്കിൽ തന്നെ ഇത് പോപ്പുലറായിരുന്നു. ചില നാട്ടും പുറങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സിറ്റിയിലല്ല, കുറച്ച് നാട്ടും പ്രദേശങ്ങളിലൊക്കെ തന്നെ ചില പലഹാരങ്ങളൊക്കെ ഉണ്ട്. ഈ ചായക്കട പലഹാരങ്ങളാണ് ഇത്. നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെയാണ് ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ പേര് അലവാങ്ക് എന്നാണ്. അലവാങ്ക്. അപ്പോൾ ഈ അലവാങ്ക്, പിന്നെന്താ പറയുക, കാരാവട, ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ അന്ന് വളരെ പോപ്പുലറായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ ഈ നാടൻ പലഹാരങ്ങൾ. അപ്പോൾ ഈ ചെറിയ നാടൻ ചായക്കടകളിൽ ഇങ്ങനെ ഒരു വൈകുന്നേരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ, പ്രായമായ ആൾക്കാരൊക്കെ അവിടെ പോയി ഒരു കട്ടൻ ചായയും അലവാങ്കും അല്ലെങ്കിൽ ഒരു കാരാവട ഇതൊക്കെ നല്ല ചൂടായിട്ട് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ പൊടി തട്ടി എടുക്കുകയാണ്. അതായത് മൺമറഞ്ഞു പോകാതെ കുറേ തനതായ വിഭവങ്ങൾ നമുക്ക് തിരിച്ചു വേണ്ടേ. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഓർമ്മിക്കേണ്ട വിഭവങ്ങൾ തന്നെയാണ്. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ഇത് എന്തൊക്കെ കഴിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ പരിപ്പ് വടയും ഉഴുന്നുവടയും ഒന്നും മാത്രമല്ല, പഴംപൊരിയും പിന്നെന്താ നമ്മളുടെ ഈ ഉള്ളിവടയും അതൊന്നും മാത്രമല്ല, കാരാവടയുണ്ട്, അതിനോടൊപ്പം അലവാങ്കും ഉണ്ട്. അപ്പോൾ ഈ അലവാങ്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, സ്വാദാണ്. ഇത് എങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കുന്നത്, അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഗോതമ്പ് മാവ് 2 കപ്പ്, സവാള 1 വലുത് ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 വലുത് ചെറുതായി അരിഞ്ഞത് ഏകദേശം 2 ടേബിൾ സ്പൂൺ വരും, തേങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് 5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില ആവശ്യമെങ്കിൽ കുറച്ച് ചേർക്കാം, എണ്ണ വറുക്കാൻ ആവശ്യമായത്, വെള്ളം ഏകദേശം 1.5 കപ്പ്. അപ്പോൾ നമ്മൾ അലവാങ്ക് തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മുടെ അലവാങ്കിന് വേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് ഗോതമ്പ് മാവിലാണിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് അളവ് കാര്യങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 കപ്പ് അളന്ന ഗോതമ്പ് മാവ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇടേണ്ട കാര്യങ്ങൾ, ഇതിപ്പോൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഇനി ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഇതൊരു കഷ്ണം ഇഞ്ചി എടുത്ത് അരിയുക. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ, 2 പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. വലിയ സ്പൂണിന് 2 ആകാം, 1.5 ടേബിൾ സ്പൂണും ആകാം. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനായി. നമുക്ക് ഇഞ്ചിയുടെ സ്വാദ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഇഞ്ചിയുടെ അളവൊക്കെ ഇച്ചിരി കൂട്ടിയാലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക് എരിവ് എത്ര വേണം അതനുസരിച്ച് ചെറുതായി അരിഞ്ഞ്. ഇപ്പോൾ കിട്ടുന്ന പച്ചമുളക് നല്ല വലിപ്പമാണ്, അതുകൊണ്ട് വലിയ 2 പച്ചമുളകാണെങ്കിൽ 2 എണ്ണം. ഇനി ചെറുതാണെങ്കിലും നമ്മൾ അരിഞ്ഞ് വരുമ്പോൾ ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ, 2 വലിയ സ്പൂൺ കിട്ടുന്ന രീതിയിൽ ഒന്ന് 2ആയിട്ട് കീറിയിട്ട്, പച്ചമുളക് 2ആയിട്ട് ഇങ്ങനെ നെടുകെ കീറിയിട്ട് അരിയുക. അപ്പോൾ കുറച്ചുകൂടി ചെറിയ പീസസ് ആയിട്ട് കിട്ടും. അപ്പോൾ ചോപ്ഡ് ഗ്രീൻ ചില്ലീസ് എന്ന് തന്നെ പറയാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തെന്ന് നമ്മൾ പറയും. തേങ്ങയെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച്, ഉണക്ക തേങ്ങ. അപ്പോൾ അതും ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം ഇടും. 5 ടേബിൾ സ്പൂണോളം. അതിൻ്റെ അളവും ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞെന്ന് പറഞ്ഞു കുഴപ്പമില്ല. അതൊക്കെ സ്വാദാണ്, നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെന്താ, കറിവേപ്പില ആവശ്യാനുസരണം. കുറേ കറിവേപ്പില കിടക്കുന്നത് നല്ലതാണ്, കഴിച്ചാൽ നല്ലതാണ്. വയറിന് ഏറ്റവും നല്ല കാര്യമല്ലേ കറിവേപ്പില. പിന്നെ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ആദ്യം ഒരു മിക്സി. അപ്പം ഇത് നാടൻ കാര്യങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള കറക്റ്റ് ടിപ്പിക്കലായിട്ടുള്ള അലവാങ്കിൻ്റെ കൂട്ടാണ്. ഇപ്പോൾ മോഡേൺ വെർഷൻ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. അപ്പോൾ സ്വാദ് കൂടും. ചിലപ്പോൾ ചിലർക്ക് അത് വേണമെന്നുണ്ടാവില്ല. ഈ ഒരു നാടൻ രീതിയിൽ തന്നെ കറിവേപ്പില മാത്രം മതി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അതല്ല, ഒരല്പം മല്ലിയിലയും കൂടി ചേർത്ത് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ. ഞാൻ എന്തായാലും കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ്. കുറച്ചെടുക്കാം. ഏതാണ്ട് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഞാൻ ചേർക്കുന്നു. അത് നമ്മുടെ പഴയ രീതിയിലുള്ള ഹലവാങ്കിലില്ല, അത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി. ഇനി നമ്മൾ വെള്ളം, ഇതിപ്പോൾ ഞാൻ ഏതാണ്ട് 1.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യാനുസരണം. അപ്പോൾ
അലവാങ്കിന് വേണ്ട മാവ് ഞാനിവിടെ കുഴച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇതിൽ വേറെ ഒരു കാര്യം ചേർക്കില്ല. ഇപ്പോൾ സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല ഇതിൽ. ഇപ്പം നമ്മൾ എന്തൊക്കെ ചേർത്തോ അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ. ഇപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പണ്ടൊക്കെ അത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വറുത്ത് കോരാൻ ആവശ്യമായ എണ്ണ, എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ നല്ലതായിട്ട് ചൂടാകട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്നും കുറച്ച് നമുക്ക് എത്ര സൈസിലുള്ള അലവാങ്ക് വേണം അതനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് എൻ്റെ കൈവെള്ളയ്ക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സൈസാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, നെല്ലിക്കായല്ല നാരങ്ങയല്ല, അതിനെക്കാട്ടി കുറച്ചുകൂടെ വലുത്, കുറച്ചുകൂടെ വലിയൊരു ഉരുള ഉരുട്ടി കൈ കൊണ്ട് പരത്തി എണ്ണയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്ത് കോരുന്നു. ഇതാണ് നമ്മളുടെ പ്രോസസ്സ്. അപ്പോൾ എണ്ണ ചൂടാകാൻ തുടങ്ങുന്നു. നല്ല ചൂടായിട്ടില്ല, നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉരുട്ടി പരത്തിയെടുക്കുക. അതിനാദ്യം വേണ്ടത് കൈ ഒന്ന് നനയ്ക്കുക. ഇച്ചിരി വെള്ളം ഒരു പാത്രത്തിൽ സൈഡിൽ വയ്ക്കുക. കൈവെള്ളയും ഒന്ന് തടവ്. എന്നിട്ട് ഇതിൽ നിന്നും നമുക്ക് ഏത് സൈസ് ആവശ്യമുണ്ട് അതനുസരിച്ചിട്ട് ഉള്ള ഒരു ഉരുള ഉരുട്ടിയെടുക്കുക. കണ്ടല്ലോ ഈ സൈസ്. ഞാനിപ്പോൾ ഈ സൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കുഴപ്പമില്ലാത്തൊരു സൈസാണ്. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്ത്. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല, പെട്ടെന്ന് ചൂടായിക്കോളും. ഓൾമോസ്റ്റ് ആയിരിക്കുവാണ്, പെട്ടെന്നാകും. ഇനി വീണ്ടും ഒരു ഉരുള എടുക്കാം. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി ലൂസായിട്ട് നമ്മൾ കുഴച്ച് വെച്ചാലാണ് എളുപ്പം നമുക്കിങ്ങനെ പരത്താനല്ല. ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കുക, അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടെണ്ണം ഇട്ടു. ഇനി മൂന്നാമത്തത് ആദ്യത്തെ 3 എണ്ണം നമ്മൾ വറുക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് ഒരു സൈഡ് പാകത്തിന് മുക്കുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ ആദ്യത്തെ നല്ല ഫ്ലെയിമിലാണ്, നല്ല ചൂടാണ്. ഇനി ഒരു അല്പം തീ കുറച്ച് കൊടുക്കാം, കുറച്ച് മീഡിയം ഫ്ലെയിമിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റേജിൽ വീണ്ടും നമുക്ക് തീ കൂട്ടി കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടാണ് വറുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലോട്ട് ഓഫ് അലവാങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ആദ്യം ഇട്ട 3 അലവാങ്കും നല്ല ബ്രൗൺ കളറായി കഴിഞ്ഞു. ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിലും കുറച്ചുകൂടി കുറച്ചുകൂടെ ബ്രൗൺ ആവണം, അതാണ് അതിൻ്റെ ഒരു കളറ്. ഉണ്ടല്ലേ? റെഡിയാണ്, സംഗതി എല്ലാം റെഡിയാണ്. അകത്തുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ പാകത്തിന് മൂത്തിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, അകത്തൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടാകും. പക്ഷെ ഇത് ചൂടോടുകൂടി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാദെല്ലാം ഇത്തരം ഏത് നാടൻ പലഹാരമാണെങ്കിലും ആ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചൂടോടുകൂടി കഴിച്ചാലാണ് അത് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊരു നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിച്ചാൽ എന്ത് സ്വാദായിരിക്കും അറിയാം. എന്തായാലും 3 എണ്ണല്ലേ ആയിട്ടുള്ളൂ, ഇനി ബാക്കി മാവുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഇതുപോലെ ഉരുട്ടി കയ്യിൽ പരത്തി എണ്ണയിൽ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഞാൻ തിരിച്ചും മറിച്ചുവിട്ട് വറുത്തെടുക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡി ആകട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അങ്ങനെ നമ്മളുടെ അലവാങ്ക് എല്ലാം തന്നെ റെഡിയാണ്. നല്ല കരുകരിപ്പോടുകൂടി പുറമെ അകവും ആവശ്യത്തിന് പാകത്തിന് വെന്ത് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ ഒരു എരിവും രുചിയും, ഇടയ്ക്ക് തേങ്ങ കടിക്കാൻ കിട്ടും, കറിവേപ്പില കിട്ടും, ആ ഉള്ളിയുടെ ഒരു സ്വാദ് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാക്കുക. നല്ല കട്ടൻ ചായയുടെ കൂടെ കഴിക്കുക ഈ നല്ല മഴയത്ത്. ഇപ്പോഴത്തെ നമ്മുടെ മഴക്കാലത്തിന് പറ്റിയൊരു വിഭവം കൂടിയാണ്. തീർച്ചയായിട്ടും പരീക്ഷിക്കുക.